ശ്രീ ജലീൽ പുനലൂർ, ഒരു വിധത്തിലുള്ള രാഷ്ട്രീയവും കലർത്താതെ തന്നെ ഈ വിഷയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ കൃത്യമായ നീതി നടപ്പാക്കും എന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു സർക്കാർ സംവിധാനം വേണം. ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇത് നടപ്പിൽ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നും ആവർത്തിക്കാതിരിക്കാനുള്ള തുടർ നടപടികൾ മറ്റ് യാതൊരു സ്വാധീനത്തിനും വഴങ്ങാതെ തന്നെ ഇത് നടപ്പിലാക്കുമെന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു ഭരണ സംവിധാനം വേണം എന്ന് പറയുന്നത്. അവിടെ മറ്റ് സംസ്ഥാനത്തെ ഉദാഹരണങ്ങൾ വച്ച് നിരത്തുകയല്ല വേണ്ടത്. ഇനിമേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പാണ്. അത് നമ്മുടെ സർക്കാരിന് നേരത്തെ ഉണ്ടായിരുന്നോ, ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ദാരുണമായ ഈ സംഭവത്തിൽ നമുക്ക് ഹൃദയവേദനയുണ്ട്. താങ്കൾക്കുമുണ്ട്, എനിക്കുമുണ്ട്, മലയാളികൾക്കെല്ലാം ഉണ്ട്. അതിനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്കിതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഒരു ചാനൽ ഫ്ലോറിൽ വന്നുകൊണ്ട് കണ്ണൂർ CPIM-ന്റെ ഉരുക്കുകോട്ടയാണ്, അവരുടെ കഴിവുകേട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ, മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ഒരു കഴിവുകെട്ടവനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ഒരു ഇടതുപക്ഷ പ്രതിനിധി എന്നുള്ള നിലയിൽ അതിനെ ചെറുക്കേണ്ടത് എന്റെ സാമാന്യമായ ബാധ്യതയാണ്. അത് മാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജോർജ് സാറ്, രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ കലഹിക്കുന്ന ആളുകളാണ്. ഈ ഫ്ലോറിൽ പോലും എത്രയോ തവണ ഞങ്ങൾ കലഹിക്കും, അത് വേറെ കാര്യം. പക്ഷേ നിലവിൽ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമാണ്. ഒരു പൊതു മലയാളിയുടെ പൊതു മനസ്സാണ് അദ്ദേഹം തുറന്നു കാട്ടിയത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ വാരിക്കോരി ജാതി മത സംഘടനകൾക്കും സ്വകാര്യ മാടമ്പികൾക്കും വ്യത്യസ്ത സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. അതിന് കൊടുത്തവരിൽ ഇടതുപക്ഷ സർക്കാർ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നു അത് തെറ്റാണ്. സ്വാശ്രയ കോളേജുകളുടെ ഇരയാണ് ഇത്തരത്തിലുള്ള ഈ കുട്ടികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളാണ്. അവരുടെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തികം, അവരുടെ മെറിറ്റ് സാമ്പത്തികം മാത്രമാണ്. അത് മാത്രമേ അവർക്ക് മാനദണ്ഡമായിട്ടുള്ളൂ. പക്ഷെ ഇതിനോടൊപ്പം സ്വാശ്രയ കോളേജാണ് കേരളത്തിലെ ഇന്ന് കാണുന്ന ഇത്തരം ദുരന്തങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേരളീയ പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതു മനസ്സുകളിൽ ഉയർന്നു വരുന്ന ജാതി ചിന്തകൾ, ആ ജാതി ചിന്തകളിൽ സവർണ ജാതി ഉണ്ടാകാം, അവർണ ജാതി ഉണ്ടാകാം. അത് ചരിത്രപരമാണ്, അത് വർത്തമാനകാലത്തും പ്രസക്തിയുള്ളതാണ്. അത് പറയുമ്പോൾ പറയുന്ന ആളിന്റെ പേരിന്റെ കനം നോക്കിയിട്ട് നീ വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ അതൊന്നും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതല്ല. അത് നമ്മൾ ഉൾക്കൊള്ളണം. അതിനെ സംബന്ധിച്ച് അത്തരം ഐഡിയോളജി ആര് ഇഞ്ചക്ട് ചെയ്യുന്നോ, ഇപ്പൊ ഞാനൊന്ന് പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ ആയിരക്കണക്കിന് അധ്യാപകർ ഇതുപോലെയുണ്ട്. അവരെല്ലാവരും ഒന്നും മോശക്കാരല്ലല്ലോ. മന്നത്ത് പത്മനാഭൻ ഗുരുനാഥനായിരുന്നു. എന്നെ പഠിപ്പിച്ച പൊന്നപ്പപിള്ള സാറ് മുതൽ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവര്യന്മാർ ഞാൻ ഇന്നും ശിരസ്സു നമിക്കുന്നു. അവരൊക്കെ ഈ നിലയിൽ ഒരു ചിന്തയും ഉള്ളവരല്ല. പിന്നെ എങ്ങനെയൊന്ന് കുറച്ചാളുകൾ ഇതിൽ ഇത്തരത്തിൽ ജാതി ചിന്തകൾക്ക് അടിമപ്പെടുന്നു, അത് ഈ ഐഡിയോളജിയിൽ വശംവദരായിട്ടാണ്. ആ ഐഡിയോളജിയെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം. മറ്റൊന്ന്, ഇവിടെ സാറിനറിയാം, രോഹിത് വെമുലയുടെ സംഭവം നടന്നപ്പോൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്തതാണ് രോഹിത് വെമുല ആക്ട്. എന്തേ ആക്ട് നടപ്പിലാക്കാത്തത്? ആ ആക്ട് നടപ്പിലാക്കട്ടെ, അത് കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നു ഈ കുട്ടി വളരെ നല്ല ധീരനായ ധൈര്യശാലിയായിരുന്ന ഒരു കുട്ടിയായിരുന്നു. 11 മണി വരെയും അദ്ദേഹം ആർജവത്വത്തോടു കൂടി പൊരുതിയ ഒരാളാണ്. പിന്നെങ്ങനെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പുതുതലമുറ ചിന്തിക്കണം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട്, റാഗിങ്ങിന് വിധേയായി. ആ കുട്ടി ആർജവത്വം വീണ്ടെടുത്തു. പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്തു വീട്ടിലേക്ക്. വീട്ടിലുള്ളവർ ഉടൻ തന്നെ സമീപത്തുള്ള ഒരു പൊതുപ്രവർത്തകനെ ഏർപ്പാട് ചെയ്തു. 10 മിനിറ്റുകൾക്കുള്ളിൽ ആ പൊതുപ്രവർത്തകനെ കോളേജിലെത്തി. ഇതിന് റാഗിങ്ങിന് ഉള്ളിൽ നിന്ന് ആ പെൺകുട്ടികൾ വിലപിക്കേണ്ടി വന്നു, കരയേണ്ടി വന്നു. അവസാനം പിന്നെ അത് കോംപ്രമൈസ് ആയി. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടാൻ, നമുക്കൊക്കെ വലിയ അലർജിയാണല്ലോ സഖാക്കൾ, പൊതുപ്രവർത്തകർ, അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇപ്പൊ നന്ദു ഒരു പൊതുപ്രവർത്തകനാണ്. പിന്നെ അങ്ങനെയുള്ള പൊതുപ്രവർത്തകർ നാടിന്റെ ആവശ്യമാണ്. മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒന്ന് രണ്ടും പറഞ്ഞു അരാഷ്ട്രീയവാദത്തെ, SFIയെയും ASFനെയും KSU ഒന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ വേണ്ട, വിദ്യാർത്ഥികളിലെ രാഷ്ട്രീയമാണ് ഈ നിലയിൽ എത്തിച്ചതെന്നൊക്കെ വിലോപിക്കുന്നുണ്ടല്ലോ. അത്തരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകളുടെ അഭാവമാണ് ഈ സ്വാശ്രയ കോളേജുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് സമർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കലാലയങ്ങൾ ഒരു കാലത്തെ പോലെ സജീവമാകണം. അതിൽ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതും ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടായാൽ
ഈ ജാതീയ സംവിധാനങ്ങളിൽ നിന്നും ജാതീയ ചിന്തകളിൽ നിന്നും അധ്യാപകരെ മാറ്റിയെടുക്കാൻ സാധിക്കും, വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സംഭവത്തെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി ശരി ശ്രീ നന്ദു, ഒരു മിനിറ്റിൽ. ഞാനിതിൽ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം, ആ അമ്മയ്ക്ക് നീതി കിട്ടേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അവിടെ ഈ ചില ബുദ്ധിജീവികൾ പറഞ്ഞു വെക്കുന്നത് പോലെ ജാതിയും മതവും വർഗവും വർണ്ണവും അയാളുടെ രാഷ്ട്രീയവും ഈ തെറ്റിന് കൂട്ടുനിന്ന, ആ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്ന ഏതൊരാളുടെയും അയാളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു കാരണവശാലും പരിഗണിച്ചുകൊണ്ടാവരുത്. അദ്ദേഹത്തിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവണം. അത് വാങ്ങിക്കൊടുക്കാൻ ഒരു സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള ഒരു വലിയ പോരാട്ടം നയിക്കേണ്ടി വരും. ആ പോരാട്ടം ചിലപ്പോൾ ചില വർഗീയ ശക്തികളെ, വർഗീയതയ്ക്ക് താലാട്ട് പാടുന്ന ചില ആളുകളെ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തിക്കൊണ്ടാണ് ആ പോരാട്ടം വിജയിപ്പിക്കേണ്ടതെങ്കിൽ ആ നിലയ്ക്ക് ആ പോരാട്ടം വിജയിപ്പിക്കാൻ കേരളത്തിലെ ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ഏറ്റവും അവസാനത്തെ നിലപാട്. അതിനോടൊപ്പം ഞാൻ പരമാവധി എൻ്റെ ചർച്ചകളിൽ എതിർ പാനലിസ്റ്റുകളായിട്ടുള്ള ഒരാളെയും മോശമായൊരു വാക്കുകൊണ്ട് പോലും നോവിക്കരുത് എന്ന് ചിന്തിക്കുന്നയാളാണ്. രാഷ്ട്രീയമായി എതിർക്കണം എന്നാഗ്രഹിക്കുന്നത്. പക്ഷേ വളരെ വൈകാരികമായി ഇത്രയധികം ആ അമ്മയുടെ കണ്ണുനീരും നിലവിളിയും കേട്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ വന്നു നിന്ന് അവർണൻ സവർണൻ എന്ന് വേർതിരിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു വികാരം പ്രകടിപ്പിക്കുന്ന ഭാഗത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി എൻ്റെ വാക്കുകൾ നോവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു വ്യക്തിയെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പക്ഷേ വൈകാരികമായി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും മോശമായി അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനോട് ഞാൻ പരസ്യമായി തന്നെ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു അറ്റം പോലും ഞാൻ പിറകിലോട്ട് പോവുകയുമില്ല എന്നുള്ളത് ഞാൻ കൃത്യമായി തന്നെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ശരി. ക്യാമ്പസുകളിൽ ഒരു ജീവൻ പോലും പൊലിയരുത് എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. കാരണം അമ്മമാരുടെ കണ്ണീര് കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപേ എൻ കിളിയെ ഞാൻ പെറ്റ മകനെ എന്ന് വിലപിച്ച ആ അമ്മയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നിധിൻ രാജിൻ്റെ അമ്മ വരെ എത്തി നിൽക്കുന്നത്. അവർക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആറ്റുനോറ്റ് പെറ്റു വളർത്തിയ മക്കൾ മാത്രമാണ് മുന്നിൽ, കുടുംബത്തിൻ്റെ താങ്ങു മാത്രമാണ് മുന്നിൽ. അത് എല്ലാവരും മനസ്സിലാക്കണം, പൊതുസമൂഹവും മനസ്സിലാക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഇതിൽ ഒരു നീതി കിട്ടട്ടെ എന്ന് നമുക്കും ആശിക്കാം.